നമസ്കാരം. പതിരും കതിരും. ഇളയിടത്തെ വാദം കോച്ചു എന്നൊരു ചൊല്ലുണ്ട്. വാദത്തിനറിയാം എവിടെ കയറി കോച്ചി പിടിക്കണമെന്ന്. ഇങ്ങനെ വലിഞ്ഞു കയറി ചെന്ന് എവിടെയും കയറി കൊളുത്തി പിടിക്കണമെന്നറിയാവുന്ന സമുദായ നേതാക്കന്മാരിൽ പ്രധാനിയാണ് വെള്ളാപ്പള്ളി നടേശൻ സാറ്. വി.ഡി. സതീശനെ ബഫൂണെന്നും അഹങ്കാരിയെന്നും വിളിച്ച് വനവാസത്തിനയക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നല്ലോ ഈ വെള്ളാപ്പള്ളി. പിണറായി പറഞ്ഞത് അപ്പടി അതിയാനങ്ങ് വിശ്വസിച്ചു പോയി. മൂന്നാം തവണയും എഴുന്നള്ളി വരുമെന്ന് കരുതിപ്പോയി. അതുകൊണ്ടാണ് ഈ കണ്ട തെറികളെല്ലാം സതീശനെ വിളിച്ചത്. വി.ഡി. സതീശൻ്റെ പാർട്ടിക്ക് 100 സീറ്റ് കിട്ടിയാൽ ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞ പുള്ളിയാണ്. ഇങ്ങനെ സതീശൻ പ്രവചിച്ചതുപോലെ സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നും പുള്ളി പ്രവചനം തുടങ്ങി. ഇപ്പോഴത് അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നപ്പോൾ പുഞ്ചിരിയും പൂക്കുലയുമായി മകനെ പറഞ്ഞു വിട്ടിരിക്കുന്നു അനുമോദനങ്ങൾ അറിയിക്കാൻ. NDAയുടെ ഒരു ഘടകകക്ഷിയായ BDJSൻ്റെ നേതാവ് എന്തിനാണ് UDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസകളുമായി പോയതെന്ന് ചോദിച്ചാൽ അത്ഭുതമെന്നേ പറയാനുള്ളൂ. വി.ഡി. സതീശൻ സാറ് തുഷാർ വെള്ളാപ്പള്ളിയെ എങ്ങനെ സ്വീകരിച്ചു എന്നറിഞ്ഞിട്ട് വേണം അച്ഛന് കാർ എടുത്ത് ചെല്ലാൻ. കഴിയുമെങ്കിൽ പിണറായി വിജയൻ്റെ കാറിൽ കയറിയതുപോലെ സതീശൻ്റെ 1-ാം നമ്പർ കാറിലും ഒന്ന് കയറണം. കാറിൽ പോയിട്ട് ഡിക്കിയിൽ പോലും കയറ്റാൻ കൊള്ളാത്ത പുള്ളിയാണ് ഈ സമുദായ നേതാവെന്ന് വി.ഡി. സതീശന് നല്ലതുപോലെ അറിയാം. വെള്ളാപ്പള്ളി ദൂതുമായി മകനെ അയച്ചതാകാനേ വഴിയുള്ളൂ. എന്താണ് ലക്ഷ്യമെന്നൊക്കെ പിന്നീട് നമുക്കറിയൂ. എന്തായാലും പിണറായി വിജയൻ പോയ പോക്കിൽ വെള്ളാപ്പള്ളിക്ക് കുറേ സൗജന്യങ്ങൾ ചെയ്തിട്ടാണ് പോയത്. യോഗത്തിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ 19 അധ്യാപകരെ നിയമിച്ച് കോടികൾ വാങ്ങിക്കൊള്ളാൻ അനുവദിച്ചു. അങ്ങനെ കിട്ടിയ കോടികളിൽ ഓഹരി പാർട്ടിക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് അറിവ്. പുതിയ സർക്കാർ വന്ന് അതൊക്കെ അസ്ഥിരപ്പെടുത്തിയാൽ വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും. നോക്കൂ, ഫലം വരുന്നതിൻ്റെ തലേന്ന് വരെയും വെള്ളാപ്പള്ളി പറഞ്ഞത് 85 സീറ്റോടെ LDF അധികാരത്തിൽ വരുമെന്നാണ്. ആ മനുഷ്യൻ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു തട്ടുകേട് ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഓർത്തതല്ല. താൻ ബഫൂണെന്നും അഹങ്കാരിയെന്നും വിളിച്ച സതീശൻ മുഖ്യമന്ത്രിയായതോടെ പകുതി പ്രജ്ഞ പോയ അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി. ഞങ്ങൾ SNDPയുമായി ബന്ധമുള്ള സംഘടനയല്ലെന്നും BDJS ഒരു രാഷ്ട്രീയ സംഘടനയാണ് എന്നൊക്കെയാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. എന്നാലും വെള്ളാപ്പള്ളി താങ്കൾക്ക് അച്ഛനാണല്ലോ. ആ അച്ഛനെ അഴിയെണ്ണിക്കാനുള്ള വകകളൊക്കെ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നടക്കുമെന്നും താങ്കൾക്കറിയാം. എങ്ങനെയെങ്കിലും പോയി കണ്ട് കാല് പിടിച്ചില്ലെങ്കിൽ പണി പാലും വെള്ളത്ത് കിട്ടുമെന്നുള്ള ഭയമുണ്ട് അച്ഛനും മകനും. BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി NDAയുടെ പുറകെ നടക്കുന്നത് കൊണ്ട് കേന്ദ്രത്തിൽ നിന്നും റെയ്ഡ് പേടിക്കണ്ട. എന്നാലും ഉടൻ തന്നെ മഞ്ഞഷാളും വട്ടപ്പൊട്ടുമായി വെള്ളാപ്പള്ളി നടേശൻ കൻ്റോൺമെൻറ്റ് ഹൗസിലോ ക്ലിഫ് ഹൗസിലോ പോയി മുഖ്യമന്ത്രിയെ കണ്ടെന്നിരിക്കും. അതോടെ തീരും വി.ഡി. സതീശൻ്റെ സകല ഐശ്വര്യങ്ങളും. കഷ്ടകാലം വരയും കുറിയുമായി പിന്നാലെ കൂടും. കാര്യം എന്തൊക്കെ ദോഷങ്ങൾ പറഞ്ഞാലും ഇക്കാര്യത്തിൽ സുകുമാരൻ നായരെ കണ്ടുപഠിക്കണം. ഇന്ന് വരെ ഒരു ആശംസ പോലും അറിയിച്ചിട്ടില്ല മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും. NDAയുടെ ഘടകകക്ഷിയിൽപ്പെട്ട നേതാവ് പൂച്ചണ്ടും പിറന്നാൾ ആശംസയുമായി മുഖ്യമന്ത്രിയെ കണ്ടിട്ടും എന്താണ് CPMൻ്റെ നേതാക്കളാരും അതിനെ എതിർക്കാതിരിക്കുന്നത്? അവർക്കറിയാം വെള്ളാപ്പള്ളി ചെന്നുപെട്ടിരിക്കുന്ന ഗതികെട്ട അവസ്ഥ എന്താണെന്ന്. എന്തായാലും കണിച്ചുകുളങ്ങരയിലെ തിണ്ണയിൽ ചാരികസേരയിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ മന്ത്രി ബിന്ദു പോയി കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ ജയിച്ചത്. നായരുടെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഒന്നും വോട്ട് ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടിയതേയില്ല. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സതീശനെയും വേണുഗോപാലിനെയും ഒക്കെ നാടാകെ നടന്ന് ആക്ഷേപിച്ചിരുന്ന പുള്ളിയാണ് ഈ നടേശൻ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ അനുഗ്രഹം തേടിയാണ് മന്ത്രി ബിന്ദു കൃഷ്ണ പോയത്. ചുരുക്കി പറഞ്ഞാൽ ജാതി ജയിച്ചു, ജനം തോറ്റു. നോക്കണേ, പിണറായി വിജയന് തട്ടുകേട് വരുമ്പോഴെല്ലാം സപ്പോർട്ടുമായി പോകുന്ന ആളായിരുന്നല്ലോ വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ 81 വയസ്സുള്ള ആ മനുഷ്യനെ 8 മണിക്കൂർ ബന്ധിയാക്കി വീട്ടിൽ റെയ്ഡ് ചെയ്തിട്ട് ഒരൊറ്റ അക്ഷരം പോലും വെള്ളാപ്പള്ളി മിണ്ടിയിട്ടില്ല. അറിഞ്ഞ ഭാവമേ നടിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ സാധാരണ രീതി അനുസരിച്ചാണെങ്കിൽ ഈട് ചെയ്തത് തെമ്മാടിത്തരമാണെന്ന് പറയേണ്ടതല്ലേ? പറയില്ല. പറഞ്ഞാൽ ഈ സാധനം തൻ്റെ വീട്ടിലും വന്ന് കയറുമെന്ന് ഈ പാവത്തിനറിയാം. സ്വന്തം സമുദായക്കാർ പോലും അത് കണ്ട് തലതല്ലി ചിരിക്കുകയും ചെയ്യും. എന്തൊരു ബുദ്ധിമാനായ കുറുക്കനായിരിക്കണം ഈ മനുഷ്യൻ. മഴ തോർന്ന് വെയിലുദിച്ചതോടെ മാളത്തിൽ നിന്നിറങ്ങിയിരിക്കുകയാണ് ഇര പിടിക്കാൻ. എപ്പോഴാണ് വെള്ളാപ്പള്ളി വി.ഡി. സതീശനെ കാണുന്നതെന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വല്ല തടസ്സവുമുണ്ടോ എന്നായിരിക്കും പ്രതികരണം. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കണം, അങ്ങ് പിണറായി വിജയൻ്റെ കാറിൽ കയറിയത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ഈ ഗതി വന്നതെന്ന്. അപ്പോൾ കാണാം വെള്ളാപ്പള്ളി നടേശൻ്റെ തനി സ്വഭാവം. പാർട്ടി ചിലർ എതിർത്ത സമയത്ത് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് ആക്കണമെന്ന് വലിയ അവകാശവാദമൊന്നും വെള്ളാപ്പള്ളി ഉന്നയിച്ചതുമില്ല. അതുകൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിനറിയാം. വെള്ളാപ്പള്ളി കാണാൻ വരുന്ന ദിവസം അറിഞ്ഞ ശേഷം ഏതെങ്കിലും ജോത്സ്യനെ ഒന്ന് കണ്ട് സമയം നോക്കുന്നത് നല്ലതായിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക്.
ഈ മനുഷ്യൻ കണ്ണുവയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യരും ഗുണം പിടിച്ചിട്ടില്ല എന്ന വലിയ രാഷ്ട്രീയ ചരിത്രമുണ്ട് കേരളത്തിൽ.